ഹാഷ്മിക്ക് തന്റെ ഇടമുണ്ടെങ്കിൽ ഹാഷ്മി വിളിക്കുന്ന ആള് ഉമ്മയുടെ ഭർത്താവ് തന്നെയാണ് ഹാഷ്മിയുടെ വാപ്പയെങ്കിൽ ലൈവായിട്ടൊരു പ്രോഗ്രാം നടത്തുക. എടാ എന്റെ പടവാളിനെ തൊട്ട് കളിച്ച് നോക്ക്, നിന്നെ കളി പഠിപ്പിക്കും. എന്നെ കളി പഠിപ്പിക്കണോ? ഭയങ്കര ചൂടനല്ലേ, പിന്നെ കോത്തിൽ തീട്ടാരാ ചൂടാവാത്തത്? ഇവിടെ നിങ്ങൾ എന്നെ ഈ പരിപാടിയിലേക്ക് വിളിച്ചിട്ട് യഥാർത്ഥത്തിൽ നിങ്ങൾ ചോദിക്കേണ്ടിയിരുന്നതും അല്ലെങ്കിൽ എന്നെ പൊളിച്ചെടുക്കേണ്ടിയിരുന്നതും എന്റെ നിലപാടുകൾ എന്തൊക്കെയായിരുന്നുവെന്നും ആ നിലപാടുകൾ എത്ര തവണ ഞാൻ മാറ്റിപ്പറഞ്ഞെന്നും ഡയലോഗ് അടിച്ച് നീ ഷൈൻ ചെയ്യൊന്നും വേണ്ട, കാര്യം പറ. ആ മാറ്റിപ്പറഞ്ഞ നിലപാടുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ ഒന്നൊന്നായി പൊളിച്ചിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനും ഹാഷ്മിക്ക് ഒരു ഷേക്കാൻഡ് തന്നേനെ. സമ്മതിച്ചേ? എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? പിന്നീട് എന്താണ് ഉണ്ടായെന്ന് വെച്ചാല് ഇതാണ് ഞാൻ പറഞ്ഞത്. ആത്മപ്രശംസ എനിക്ക് ഇഷ്ടമല്ല, എങ്കിലും ചില സത്യങ്ങൾ പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. ഇന്ന് ജിൻഡോ എന്നെ വിളിച്ചോണ്ട് പോയി നാരങ്ങ വെള്ളം മേടിച്ചു തന്നാൽ ഞാൻ ജിൻഡോ കൊള്ളാന്ന് പറയും. നിന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി. ഇവിടെയാണ് നിങ്ങളും ഞാനും തമ്മിലുള്ള വ്യത്യാസം. പച്ചരിയുടെ നാരങ്ങ വെള്ളം തന്നു കഴിഞ്ഞാൽ അപ്പൊ വാക്ക് മാറ്റി പറയുന്ന അഖിലിനെ എങ്ങനെ നാട്ടുകാർ വിശ്വസിക്കും? ലക്ഷത്തിൽ ഒന്നേ കാണും ഇതുപോലൊരു ഐറ്റം. ശരിയാണ് ഒരു പാളകോല ബാക്കി ഇലക്ഷന് ജയിക്കുന്ന ബിജെപിയോടൊപ്പം സ്റ്റേജിൽ നിന്ന് പ്രസംഗിച്ച് എൻഡിയുടെ സ്ഥാനാർത്ഥിയെ മത്സരിച്ച താങ്കൾക്ക് എന്ത് രാഷ്ട്രീയ എന്ത് ആശയമാണുള്ളത്? ഇനി ഞാൻ പറയാലോ ആണോ വൈറ്റ് പേപ്പർ രാഷ്ട്രീയമാണോ? വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കുന്നത്? ഹാഷ്മി എവിടാ? അല്ല, അഖിൽ ബി ജെ പി അഖിൽ ബി ജെ പി സംസാരിക്കും. ഹാഷ്മി എവിടാ നിൽക്കുന്നതെന്ന് പറ. ഇവിടെ നിൽക്കുക. നിങ്ങളെ ആരാ വിശ്വസിക്കുക? രാവിലെ പറയുന്നത് വൈകിട്ട് മാറ്റി പറയുന്നത്. അഖിൽ ഈ പറഞ്ഞത് അല്പം കഴിഞ്ഞ് മാറ്റി പറയില്ലെന്ന് എന്താ ഉറപ്പ്? നീ എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. രാവിലെ പറയുന്നത് അഖിൽ സത്യത്തിൽ ഈ ചർച്ച നമുക്ക് പിന്നെ മാറ്റി വെച്ച് ഞാൻ പറയാം, ചർച്ച ചെയ്യാം. അങ്ങനെ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കരുത്. കഞ്ഞി കുറച്ചുകൂടി കിട്ടിയാ കൊള്ളായിരുന്നു. ഞാൻ എന്തുകൊണ്ട് 2020 മാറി? സാബു പൈസ കിട്ടാത്തതുകൊണ്ടും പദവി കിട്ടാത്തതുകൊണ്ടും മാറി വന്നിട്ട് സാബുവിന്റെ ആശയത്തോട് യോജിപ്പുണ്ട്, കാശ് കിട്ടാത്തത് യോജിപ്പില്ലാന്ന്. എന്റെ സത്യസന്ധതയെ പരീക്ഷയാണല്ലേ? കൊള്ളാം, മാർത്താണ്ഡംപിള്ള സത്യസന്ധൻ തന്നെയാണ്. അഖിൽ VD സതീശനെ വിമർശിക്കുന്നു, നെഹ്റുവിനെ വിമർശിക്കുന്നു, ഗാന്ധിയെ വിമർശിക്കുന്നു. അഖിൽ എല്ലാവരെയും വിമർശിക്കുന്ന ഏറ്റവും മിടുക്കൻ എന്ന് പറയുന്നു. പക്ഷെ അഖിൽ ആഴ്ചയിൽ അഭിപ്രായം മാറ്റുന്നു. എന്റെ കാര്യങ്ങളിൽ താൻ ഇടപെടണ്ട, താൻ തന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. എന്റെ കാര്യം നോക്കാൻ തന്നെ ഞാനും പോണത്. ആഴ്ചയിൽ പാർട്ടി മാറി, മഴക്കാർ മാറുമ്പോ മുന്നണി മാറുന്ന പരിപാടിയല്ല. മനസ്സിലായില്ലേ? ഒരുമാതിരി എനിക്കിട്ട് കേട്ടണം മറ്റേ വർത്തമാനം പറഞ്ഞാലുണ്ടല്ലോ. രാജ്യത്തെ മനുഷ്യരെ ബാധിക്കുന്ന ഏത് വിഷയത്തിൽ അവർ രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഇന്നലെ പറഞ്ഞ ഞാൻ തെണ്ടിത്തരം പറയും. നിനക്കെന്നെ അറിഞ്ഞൂടാ, നീ കൂടുതൽ ആളാവില്ല കേട്ടാ. 2020 ആശയം പറഞ്ഞേ. അഖിലല്ലേ അവിടെ ഉണ്ടായിരുന്നേ? പദവി കിട്ടാത്തത് കൊണ്ടും ആ പാർട്ടി വിട്ട് പുറത്തു വന്നിട്ട് BJPയോടൊപ്പം മത്സരിച്ച ആൾ ഇപ്പോഴും നമ്മുടെ ആശയത്തെ കുറിച്ച് പറയുക. ഇതെന്താണിത്? ഒരാൾ ഇങ്ങനെ കണ്ണം കറഞ്ഞിട്ടേ. ഹാഷ്മി അവിടെ നെറുകേട് കാണിക്കുമെന്നും ഇന്നലകളിൽ എനിക്ക് ഞാനുമായി ഉണ്ടായ സംവാദത്തിൽ ഹാഷ്മിക്ക് ഉണ്ടായ ക്ഷീണം തീർക്കാൻ വേണ്ടി ഹാഷ്മി നെറുകേട് കാണിക്കുമെന്ന് എന്റെ അടുത്ത് പല സുഹൃത്തുക്കളും പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു, അല്ല, ഹാഷ്മി ഒരു നല്ല മാധ്യമ പ്രവർത്തകനാണ്, അദ്ദേഹം അത് ചെയ്യില്ല എന്നാണ് ഞാൻ കരുതിയത്. ഇതിലും നല്ലത് ഉടളയ്ക്കാൻ വിളിക്കാൻ ചത്തുടേച്ചായ എന്ത് ചെയ്യാം? അങ്ങനെ ഒരു ഗതികേട് വന്നു പോയി. നിങ്ങളുടെ മൈക്കിന്റെ വോളിയം കൂട്ടിവെച്ച് എന്റെ മൈക്കിന്റെ വോളിയം താഴ്ത്തി വെച്ച് അടിച്ചാക്ഷേപിക്കുന്ന രീതിയിൽ ആവർത്തിച്ച് നിങ്ങൾ എന്നോട് സംസാരിക്കുമ്പോഴും ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞ കാര്യങ്ങളെങ്കിലും ഒന്ന് പുറത്തു വിടാനുള്ള മാന്യത നിങ്ങൾക്ക് കാണിക്കാമായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ നാണക്കേട് ഞാൻ എങ്ങനെ സഹിക്കും? നാണക്കേട് ഇല്ലാതാക്കുന്ന സോപ്പ് പറഞ്ഞിട്ടുണ്ട്, അതൊരു ഡസം വാങ്ങി 2 റൗണ്ട് നന്നായി തേച്ച് വെച്ചാൽ മതി.